ഇതാരാ? ഇവനെ നിനക്കറിയില്ലേ? ഇവൻ നമ്മുടെ അക്കുൻ്റെ അനിയൻ അർജുൻ. ഓ, ഞാൻ ഇതിനു മുന്നേ ഇവനെ കണ്ടിട്ടില്ല. അതിവനും പറഞ്ഞു. ഇനിയിപ്പോ എന്താ നിക്കണേ, വീട്ടിൽ പോവല്ലേ? ആ അമ്മാ. നിങ്ങൾ വന്നോ? മാമി. എടാ നീ അല്ലടാ പട്ടി പറഞ്ഞ അച്ഛന് എക്സാം ആണ്, ഇവരടുത്ത ആഴ്ച വരുള്ളൂന്ന്. എടാ കൈതേ, എനക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? PSC റാങ്ക് ലിസ്റ്റിലും വന്ന് കോളേജ് ലെക്ചർ ആയ അവക്ക് എന്ത് പരീക്ഷയാടാ? ഞങ്ങൾ നിനക്കൊരു സർപ്രൈസ് തന്നല്ലേ? ഓ, വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. അല്ല, എന്നിട്ട് ചേച്ചിയുടെ മോളുണ്ട്, കിടക്ക. ആ, എന്നാ ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം. നീ ചെല്ല്. ചേച്ചി. ആരാ? കേറി വാ. ഇതേച്ചി ഡയറി മിൽക്ക്. ഡയറി മിൽക്കോ? ചേച്ചിക്ക് പീരിയഡ്സ് എനിക്ക് പീരിയഡ്സ് ആണെന്ന് ആര് പറഞ്ഞു? അല്ല, അതൊക്കെ പോട്ടെ, എനിക്ക് ബബ്ബി ഓറിയാണ് ഇഷ്ടം എന്നാര് പറഞ്ഞു? അതൊക്കെ ചേച്ചി പറഞ്ഞു. ഓ, എന്നെ കൊണ്ട് മിണ്ടിപ്പിക്കാനുള്ള അടവെടുക്കാണ്. ആയിരിക്കും. എന്നാലും ചേച്ചി ഇത് കഴിച്ചോ? ഞാൻ കൊണ്ടുവന്നല്ലേ. ഐഡിയ ഒക്കെ ചേച്ചിയാണെങ്കിലും പൈസൻ്റെ ആണേ. ഓ, ഞാൻ കഴിച്ചോളാവേ. ചേച്ചി ആകെ ക്ഷീണിച്ചണല്ലോ, നല്ല വയറുവാനുണ്ടല്ലേ. നിനക്കെങ്ങനെ മനസ്സിലായി? എക്സ്ക്യൂസ് മീ ചേച്ചി, ഐ എം എ ഡോക്ടർ. ഇതൊക്കെ എനിക്ക് സർവ്വസാധാരണമായ വിഷയവും. ഓ, 24 വേർഷൻ 2.0. ഓ, നമ്മളൊരു ഡയലോഗാരനാണ് ഇപ്പൊ കുഴപ്പം. എടി കുട്ടാ, ഇതെന്താ ഡയറി മിൽക്കൊക്കെ? നീ എന്താ ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വന്നാണോ? അയ്യോ, എന്റെ ചേച്ചിക്ക് പറ്റിയ ആവത്തെ എനിക്ക് പറ്റണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവുമില്ല. ആരാടാ? ചേച്ചിയെ. ചേച്ചിയാണോ? എന്നാ ഫോൺ എനിക്കിതാ, നിങ്ങൾ നോക്കോ. ഓ, ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുമാവുന്നില്ലേ? ഹലോ, എന്താടാ അവിടെ സോപ്പിട്ടോ? സോപ്പൊക്കെ ഇട്ടു, പക്ഷെ പതഞ്ഞില്ല. വാങ്ങുമ്പോ നല്ല വൃത്തിക്കുള്ള സോപ്പ് വാങ്ങണ്ടേ. അയ്യോ, അവള് പൊക്കി. ഹലോ ഹലോ, എങ്ങനെയുണ്ട്? സുഖല്ലേ? പരമസുഖം. അവിടെയോ? ഇവിടെ വലിയ സുഖാണെന്ന് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അല്ല. അതെന്തൊക്കെ? നീ മുന്നടല്ലോ. ഓ, എന്നാ സുഖം വേണ്ട. എന്നാ ഓക്കെ, ബൈ. എന്നൊക്കെ എന്താടി? ഒന്നും വേണ്ടു പ്ലീസ്. ഓക്കെ. ആൽവിൻ, മിസ്റ്റർ ആൽവിൻ ശരിക്കാൻ അല്ലേ? യാ, ഐ ലൈക്ക് യുവർ നെയിം, ഐ ലൈക്ക് യുവർ ഐസ്. താങ്ക്സ്. തന്നെ കമ്പനിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ സിഇഒനെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആൽവിനി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഈ കമ്പനിയിലുള്ള CEOs ഒക്കെ മാഫിയാസ് ആണെന്ന് പറയണത് ശരിയാണോ? നീ ഒരു കേഡ്രം അഡിക്റ്റ് ആണല്ലേ? എങ്ങനെ മനസ്സിലായി? ഇതുപോലത്തെ ഒരു കസിൻ എനിക്കുണ്ട്. അവൾക്ക് ഈ കേഡ്രമ്മ താഴ്ഡ്രമ്മ എന്നൊക്കെ പറഞ്ഞ ജീവനാ. ഓ അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞല്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ക്ലിയറായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്താ, ചിലരൊക്കെ. ആൽവിൻ എങ്ങനെയാണോ? കണ്ടാ തോന്നുന്നു. കണ്ടാ തോന്നുന്നു ഒരു മാഫിയലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പാവാടൂ. അത് കണ്ടാ തോന്നണ്ടേ? അത് ശരി, വന്ന പാടെ ഇന്നിട്ടു കാണല്ലോ. രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞോ? ഹേയ്, കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും കുറേ കാര്യങ്ങൾ അറിയാണ്ട്. ഇപ്പൊ ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. നമുക്ക് ബാക്കി ചായ കുടിച്ചിട്ട് ആവാം. ഓക്കെ, എന്നാ വാടാ ചായ കുടിക്കാം. വരുവാ. ആൽവിനെ. ഓ, അതെന്താ അങ്ങനൊരു എന്നെ ബോറടിക്കാൻ തുടങ്ങിയോ? ഒന്ന് സ്നേഹത്തോടെ വിളിയേക്കാനും പറ്റൂലേ? അങ്ങനെ. അല്ല, നീ വിളിച്ചെന്തിനാന്ന് പറ. മറന്നുപോയി. ശരി എന്നാ. ആൽവിനെ. എടാ, നീ എന്നെ ആൽവിനെന്ന് വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കും? എന്നെ വീട്ടിലെല്ലാവരും വിളിക്കുന്ന കുട്ടാന്നാണല്ലോ. കുട്ടാന്ന് തന്നെ വിളിച്ചോ. കുട്ടാന്ന് ഈ പ്രായത്തിന് മൂത്ത ആൾക്കാരെ വിളിക്കാൻ പറ്റൂലല്ലോ. പിന്നെ നീ എന്താ വിളിക്കാൻ ഉദ്ദേശിക്കണേ? ഞാൻ ആൽവിന്ന് വിളിച്ചോട്ടെ? ആൽവി. വിളിച്ചോ. എടാ, നിനക്ക് പോവാനായില്ലേ? പോവാനായില്ലേ? എന്നാ ആൽവി, ഞാൻ പോവാ. നിനക്ക് പോവാനായോ? നീ എങ്ങനെയാ പോന്നേ? ഞാൻ ഉണ്ടാക്കി തരണോ? വേണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ ഉണ്ടായിക്കോളാം അവനെ. പൊട്ടി സമ്മതിക്കൂല. എന്താന്ന്? ഒന്നുമില്ല,
നീ വല്ല കൊണ്ടാക്കി വാ, എനിക്ക് വെച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ പോലെയല്ല, ആൽവിൻ ഒരു പാവാ. അതെനിക്ക് അവന് ശരിക്കും സ്വഭാവം അറിയാത്തോണ്ടാ. എന്ത്? ഒന്നുമില്ല, ഇറങ്ങ്, വീടെത്തി. എന്നാ ഓക്കെ ഏട്ടാ, ടാറ്റാ. ആ ഓക്കെ. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേച്ചോരുന്നു. കഥയിൽ നീയകലെ എൻ കണ്ണിൽ കണിയായി. എന്റെ അടിയട്ടോ തൂക്കിക്കണേ. അവിടെ ആരോ? ഞാൻ വെറുതെ. എന്താ മോനെ എന്നില്ലാത്ത ശീലമൊക്കെ? എന്ത് ശീലം? മോനൊന്നും മനസ്സിലായില്ല? ഇല്ല. പൊന്നു മോനെ ആൽവിനെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നല്ലല്ലോ. ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതല്ലേ. പറ, എന്താ നിനക്ക് അർജുനോട്? ഓഹോ, അപ്പൊ മോനെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ് അല്ലേ? അതേലോ. നിനക്ക് ഇത്രയൊക്കെ ബുദ്ധിയുണ്ടോ? പെട്ടെന്ന് മനസ്സിലായല്ലോ. അതിന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഈ 25 വർഷത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എത്രങ്ങാനും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ സംസാരിക്കാൻ പോയിട്ട് അറ്റ്ലീസ്റ്റ് ആ ഹാളിന്റെ പരിസരത്തെങ്കിലും തന്നെ കാണലുണ്ടോ? ഇതിപ്പോ അങ്ങനല്ലല്ലോ. സംസാരിക്കുന്നു, പോവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടാക്കി തരണോന്ന് ചോദിക്കുന്നു. എന്തൊക്കെയാണ്? മോന് മനസ്സിലായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്ക് എന്നെ കണ്ടപ്പോ തൊട്ട് ഇഷ്ടം. ശരിക്കും ആടാ. ഈശ്വര, ജഗത്താന്റെ മനസ്സിലും പ്രേമോ? അതെന്താടാ ജഗത്താനെ പ്രേമിച്ചൂടെ? എന്താടാ അത്? എന്തൊരപ്പാത്? ഓ, ആരത്? എന്താണാവോ അവര് ഇങ്ങോട്ടൊക്കെ? അല്ല, അപ്പോട് അവൻ പോയല്ലോ. എടാ, പൊട്ടിന്റെ ഫോൺ എന്റെ കയ്യിലാ. എന്നാത്താ ഞാൻ കൊണ്ടുകൊടുക്കാം. ഓ, കൊണ്ടുപോട്. ഇതെന്താടാ ഇവൻ അടിമുടി ഒരു മാറ്റം? പ്രേമം തലക്കി പിടിച്ച അങ്ങനെയാണ് മോളെ. പ്രേമോ? ആർക്ക്? ഇവനോ? ആരോട്? നീ ഇപ്പൊ പറഞ്ഞ അപ്പൂനോട് തന്നെ. ശരിക്കും? അവനിത് പറഞ്ഞപ്പോ ഇത് തന്നെ എന്റെ റിയാക്ഷൻ. ആൽവിന്റെ ഇവിടെ. നിനക്ക് നിന്റെ ഫോണൊന്നും വേണ്ടേക്കാ? ഫോൺ എന്റെ കയ്യിലില്ല. താങ്ക്സ്. ആൽവിന്റെ നമ്പർ ഒന്ന് തരുമോ? ഇങ്ങതാ, ഞാൻ ഡയൽ ചെയ്തരാം. ഇതെന്റെ നമ്പർ. എന്നാ ശരി, ഞാൻ പോവാ. അതാ, ആൽവി പോവല്ലേ, ഇതിടെ വന്നല്ലേ, വല്ലതും കഴിച്ചിട്ട് പോവാം. വേണ്ടടാ, ഇനിയും ടൈം ഉണ്ടല്ലോ, ഉടനെ വരേണ്ടി വരും. ആ പറഞ്ഞതിൽ എന്തോ ഒരു ഇതില്ലേ? നീ എപ്പോഴാ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയേ? ഞാൻ കുറച്ചായി. എന്തിനാ വന്നേ? നീ നിന്റെ പെണ്ണിനെ വീഡിയോ കോൾ ചെയ്ത എന്റെ ഫോണിലല്ലേ? ആ ടൈമിൽ ഞാനതോട് വെച്ച് മറന്നു പോന്നു. എന്തോ മുന്തല്ലാതെ നടന്ന ഇങ്ങനൊക്കെ ഇരിക്കും. അയ്യോ ശരിയല്ലേ, എനിക്കറിയില്ലായിരുന്നു. ഓടി അവിടെ നിന്ന്. വല്ല ആവശ്യമുണ്ടായിരുന്നു? ഹലോ എടി, ആൽവിൻ ഇപ്പൊ അങ്ങോട്ട് വന്നായിരുന്നു? വന്നായിരുന്നു. അപ്പൂന്റെ ഫോൺ കൊടുക്കാൻ. ഇത്ര നാടൻ വരെ എത്തി. ഞാനൊരു കാര്യം പറയട്ടെ അതിനോട്. പറ. ആൽവിൻ അപ്പൂനെ ഇഷ്ടമാണ്. സീരിയസ്ലി? ആടി, ആൽവിൻ എങ്ങനെ അപ്പൂനെ? ഇത് കേട്ടപ്പോ കണ്ണനെ എന്റെ റിയാക്ഷൻ ഇത് തന്നെയായിരുന്നു. അല്ല, അവനെ നിരീശ്വരവാദി എന്നൊക്കെ പറയുന്ന പോലെ പ്രേമവിരോധി അല്ലായിരുന്നു. അവനെങ്ങനെയാ? അത് ഞങ്ങൾക്കും അറിയില്ല, കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാൻ വിളിച്ച വേറെ കാര്യം പറയാനാ. അപ്പൂന്റെ സ്വഭാവത്തിൽ എന്തേലൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. അത് ഞാൻ ഏറ്റു. എന്നാ എനിക്കൊരു ഉമ്മ ഒന്ന് കട്ടാക്കാൻ നോക്ക്. അയ്യടാ, എന്റെ പട്ടി തരും ഉമ്മ. നീ ഇപ്പൊ തന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേ. അച്ചോടാ, അതിനുള്ള ധൈര്യം എന്റെ മോക്കില്ലാന്ന് എനിക്കറിഞ്ഞൂടെ? കാണണോ? ഞാൻ പാരൂന്ന് പറഞ്ഞാ വരും. ആര്യക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. എന്നാ വാ, എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ വരും, എനിക്കൊരു പ്രശ്നമില്ല. അമ്മ, ഞാൻ പോയിട്ടോ. പോവാം. നീനെങ്ങോട്ടാ? പിന്നെ കച്ചറുണ്ടാക്കി വിളിച്ചു വരുത്തി വെറുതെ വിചാരിച്ചോ? കൊറേ കയ്യില് നമ്മള് റൈഡിനൊക്കെ പോയിട്ട്. ഇന്ന് പോയി വരാം. അപ്പൊ ബുദ്ധി തന്നെ. അല്ല, നിന്റെ വയറുവേദന എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വരുന്നവരുണ്ടായിരുന്നു, നിന്നെ കണ്ടപ്പോ പോയി. അയ്യേ, ക്രിഞ്ച് പൊടി.
ഇനിയിപ്പോ എങ്ങോട്ടാ? വീട്ടിക്കോ? പിന്നെ അല്ലാണ്ട് നേരെ 9:30 ഇനി വേഗം വീട്ടിലേക്കോ, അല്ല അമ്മ എന്റെ ചെവി ഇന്നു. ഓക്കെ ബേബി. എവിടെയായിരുന്നു ഇത്രയും നേരം? അത് അവളെ ഒന്ന് പുറത്തു പോയതാ. ഇത്രയും നേരം? ആ, അത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊന്ന് കയറി. ആ, അല്ല അവനിവിടെ, അവനൊന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അപ്പോ ഏരിക്കെ പോയി. ഓ, എന്നാ ഞാൻ പോയി കിടക്കട്ടെ. കിടക്കാനോ? അപ്പൊ എനിക്ക് ഫുഡൊന്നും വേണ്ടേ? വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. ആ, എന്നാ പോയി കിടന്നു. ഹലോ ഹലോ, എന്താ ഡോക്ടറെ പണി? ഹോസ്പിറ്റലിലാണ് പണി. നൈറ്റ് ഡ്യൂട്ടിയാ മിസ്റ്റർ? ഓ അങ്ങനെ, എന്നാ നടക്കട്ടെ. വെക്കല്ലേ. എന്തായാലും ബോർ വെച്ചിരിക്കോ, എന്തേലൊക്കെ പറ. ഫുഡ് കഴിച്ചോ? നീ ആരെക്കാത്ത് കേടാ? 10 മണിയായി. പോയി ഫുഡ് കഴിച്ചേ. കഴിച്ചോളാം മിസ്റ്റർ, എന്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓ അങ്ങനെ. അപ്പോ ആ, അവള് വന്നു. എന്നാ ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചോ. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരടാ അത്? ആ, പറഞ്ഞു വരുമ്പോ എന്റെ അളിയനായിട്ട് വരും. നിനക്ക് ഒറ്റ അളിയനല്ലേ ഉള്ളൂ? ആ, പിന്നെ ഇതാരാ? ഇതാ ചേച്ചീന്റെ ചിറ്റയുടെ മോനാ. ഭയങ്കര വലിയ കുടുംബമാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് വലുതൊന്നുമല്ല. അല്ല അതൊക്കെ പോട്ടെ, നിനക്ക് ഈ ചിറ്റയുടെ മോനെങ്ങനെ പരിചയം? ഇന്നെ അവരെ വീട്ടിൽ പോയിന്നു. എന്തിന്? 2 വർഷത്തോളം ആയില്ലേ അളിയനും ചേച്ചി അമേരിക്കയിൽ പോയിട്ട്. അപ്പൊ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയതാ. അപ്പോഴാണ് ഈ മുതലിനെ കാണുന്നത്. എന്താ മുതലിന്റെ പേര്? ആൽവിൻ ചെറിയാൻ. ആൽവിൻ ചെറിയാൻ. ഈ പേരാളെ കേട്ട് പരിചയമുണ്ടല്ലോ. നല്ല പരിചയം കാണും. ആളെ റോയൽ ബിൽഡേഴ്സിന്റെ സിഇഒ ആണ്. റോയൽ ബിൽഡേഴ്സിന്റെ സിഇഒ? ഹിസ് എ ഫാമിലി മെമ്പർ? ആയിട്ടില്ല, അവൻ കിടക്കണേ ഉള്ളൂ. യു ആർ സോ ലക്കി മാൻ. അതെന്തേ? എടാ, അയാള് നിന്റെ ഫാമിലി മെമ്പർ പോട്ടെ, നിന്റെ ഫ്രണ്ടാന്ന് പറയുന്നതിനും വലിയൊരു അഭിമാനം വേറെ ഇല്ല. അത്രയും യങ്ങും സ്മാർട്ടും ഹാൻഡ്സം ആയിട്ടുള്ള ബിസിനസ്മാൻ വേറെ ഇല്ല. പതുക്കെ പറ, വേണ്ടേ ആർക്കല്ലേ? ഓ സോറി, ഞാൻ ആ ഫ്ലോയിലിങ്ങനെ വന്നതാ. ഒരു പെണ്ണിന്റെ സൗണ്ടല്ലേ കേട്ടെ. ഇനി അവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കോ? ഏയ്, അങ്ങനെ ആ വഴിയില്ല. ഇനിയിപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആണോ? അവൻ ഗേൾഫ്രണ്ടുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പ ആയിരിക്കില്ല. ഇനി ഞങ്ങള് തമ്മിൽ ഇന്നലെ കണ്ടേ, അപ്പൊ ഗേൾഫ്രണ്ടുള്ള കാര്യമൊന്നും പറയാനായിട്ടില്ല. ഇനിയിപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആണോ? ഭ്രാന്ത് കടിക്കുന്നു, ഉറക്കം വരില്ല മയിര്.